നമസ്കാരം, എല്ലാവർക്കും ബെനീസ് വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മുടെ യുങ്ഫ്രോ യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ബസ്സിലാണ് നമ്മൾ ഇന്റർലാക്കൻ തുടങ്ങി ഗ്രിൻഡൽവാൾഡ് വരെ യാത്ര ചെയ്യുന്നത്. വഴിയുടെ സൈഡിലുള്ള മനോഹരമായ പുൽമേടുകളും കൃഷിസ്ഥലങ്ങളുമൊക്കെയാണ് നമ്മൾ കണ്ടുപോകുന്നത്. പശുക്കൾ പുൽമേടുകളിൽ മേയുന്നുണ്ട്. അകലെ കുന്നുകൾ, അതിന് മേളിൽ ഈ മഞ്ഞ് മൂടിയ പർവ്വത ശിഖരങ്ങൾ എല്ലാം നമുക്ക് ദൃശ്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ബേൺ മുതൽ ഇന്റർലാക്കൻ വരെയുള്ള മനോഹരമായ ട്രെയിൻ യാത്രയാണ് നമ്മൾ നടത്തിയത്. ഇപ്പോൾ ഇന്റർലാക്കനിൽ നിന്നും ഗ്രിൻഡൽവാൾഡ് ടെർമിനലിലേക്ക് ബസ്സിലൂടെ യാത്ര പോവുകയാണ്. പുൽമേടുകളിൽ കാട്ടുപൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് വിടർന്നു നിൽക്കുന്നു. മരങ്ങൾ ഇല കൊഴിച്ച് തളർത്ത് പൂത്തിരിക്കുവാണ്. ആപ്പിൾ മരങ്ങളും എല്ലാം പൂത്തിട്ടുണ്ട്. മലകളും താഴ്വാരങ്ങളിൽ നിറയെ പുൽമേട്, ചെരിഞ്ഞ പ്രദേശങ്ങളിൽ മുഴുവൻ പുൽമേടുകളാണ്. മരക്കൂട്ടങ്ങളും പുൽമേടുകളും കൊണ്ട് നിറഞ്ഞതാണ് ഈ മലകളുടെ ഇടയിലുള്ള പ്രദേശം. ഈ വഴിയുടെ ഇരുവശവും ഇങ്ങനെ വീടുകളാൽ നിറഞ്ഞിരിക്കുന്നു. മിക്ക വീടുകളിലും വീടുണ്ടാകാൻ തടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്റർലാക്കൻ വിട്ട് മുന്നോട്ട് പോകുമ്പോൾ നഗരത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്ന് നമ്മൾ പതുക്കെ അകന്നു പോവുകയാണ്. ഇരുവശത്തും പച്ചപിടിച്ച മലനിരകൾ, ചെറുഗ്രാമങ്ങൾ, കൃഷിയിടങ്ങൾ, ഓരോ വളവും ഒരു പുതിയ കാഴ്ച സമ്മാനിക്കുന്നു. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതാണ് യുങ്ഫ്രോ മേഖലയിലെ യാത്രയുടെ പ്രത്യേകത. എവിടെ നോക്കിയാലും പ്രകൃതി ഭംഗി മാത്രം. മരക്കൂട്ടങ്ങളും പുൽമേടുകളും ഒക്കെ ധാരാളമായി ഈ പ്രദേശത്ത് കാണാം.
നമ്മളിപ്പോൾ കുറച്ചുകൂടെ പൊങ്ങിയ പ്രദേശത്തൂടെയാണ് പോകുന്നത്. വലതുവശത്തൂടെ ഒരു തോടൊഴുകുന്നുണ്ട്. മലകൾ മുന്നോട്ട് പോകും തോറും മലകൾ കൂടുതൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇന്റർലാക്കൻ മുതൽ ഗ്രിൻഡൽവാഡ് വരെയും നമ്മളീ പോകുന്ന പാതയ്ക്ക് സമാന്തരമായിട്ട് റെയിൽവേ ട്രാക്കുണ്ട്. ഒരു സൈഡിൽ തോടൊഴുകുന്നു, അതിനോട് ചേർന്ന് റെയിൽവേ ട്രാക്കുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ബസ് യാത്ര ചെയ്യുന്നത്. ഈ മലഞ്ചെരുവുകളിലെല്ലാം അങ്ങിങ്ങായിട്ട് വീടുകളും ഉണ്ട്. ഇവിടെ എല്ലാം തടി വെട്ടി ഇങ്ങനെ വിറക് അടുക്കി വച്ചിട്ടുണ്ട്. പക്ഷേ ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ നെരിപ്പോട്ടുകളിൽ ഉപയോഗിക്കുന്നതായിരിക്കാം. നമ്മൾ കുറച്ചുകൂടെ പൊങ്ങിയ പ്രദേശത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരപ്പായ സ്ഥലങ്ങളില്ല. ചെരിഞ്ഞ ഈ മലയുടെ ചെരിഞ്ഞ സൈഡുകൾ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. നമ്മൾ കുറച്ച് മുമ്പേ വരെയും നല്ല നിരപ്പായ സ്ഥലത്തൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മഞ്ഞുമൂടിയ പർവ്വതശിഖരങ്ങൾ കാണാം. അതാണ് തോട് അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട്. കൂടുതലും ഈ ഐസ് മെൽറ്റ് ചെയ്ത് വരുന്ന വെള്ളമാണ് ഈ തോട്ടിലൂടെ ഒഴുകി വരുന്നത്. മലഞ്ചെരുവുകളൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് പുല്ലുകളുമായിട്ട് നിൽക്കുന്ന കാണാൻ അതിമനോഹരമാണ്. ഇവിടെ ഒരു ചെറിയ ഈ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം വന്നിട്ട് ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ ഒരു കെട്ടിടത്തിനകത്തുകൂടി വന്നാണ് ആ വെള്ളം പിന്നെ പുറത്തേക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന ബസ്സിന് നിറയും ഈ ഗ്ലാസ്സാണ് രണ്ട് സൈഡിലും. അപ്പം ഈ നല്ല ഏതാണ്ട് ഒരുമാതിരി ഉച്ച സമയമായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഈ സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഗ്ലാസ്സിൽ റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഗ്ലാസ് അങ്ങോട്ടേക്കിട്ടും മാറ്റാൻ പറ്റത്തില്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്ലാസ്സാണ്. ഇതാണ് നമ്മൾ പോകുന്ന ബസ്സിൻ്റെ ഉൾഭാഗം. നമുക്ക് ഏതാണ്ട് ഒരു 1, 2, 3, 5-ാമത്തെ റോയിലായിട്ടാണ് സീറ്റ് കിട്ടിയത്. സൈഡിൽ കിട്ടിയതുകൊണ്ട് മാത്രം എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ടിരുന്ന് എടുക്കാൻ പറ്റും. ഞങ്ങൾ ചെന്നപ്പം ബസ്സിൽ ഏതാണ്ട് അത്രയും നിറഞ്ഞിരുന്നു. ഇവിടെയൊക്കെ പശുവിനെ ഇങ്ങനെ തീറ്റുന്ന പുൽമേടുകളാണ് ഇതൊക്കെ.
ഇവിടെ ഇങ്ങനെ പാരലായിട്ടാണ് റെയിൽവേയുടെ ട്രാക്കും റോഡും പാരലായിട്ട് പോകുന്നു. നോർമലി സ്വിറ്റ്സർലൻഡിൽ കണ്ടുവരുന്ന 2 മലകളുടെ ഇടഭാഗത്ത് ചെരുവിൽ നടുക്കൂടെ ആയിരിക്കും ഈ റോഡും തോടും റെയിൽവേ ട്രാക്കും എല്ലാം പോകുന്നത്. അതിന് നടുക്കൂടെയുള്ള പ്രദേശം വളരെ സമൃദ്ധമായിട്ടുള്ള പുല്ലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല വളർന്നിരിക്കുന്ന ചെടികളും മരങ്ങളും ഒക്കെ വളർന്നിരിക്കുന്ന ഈ പശുക്കൾ മേയുന്ന സ്ഥലമാണ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അകലെ നമുക്ക് മരക്കാടുകൾ കാണാം. അതിലും അപ്പുറം മഞ്ഞുമൂടിയ പർവ്വതശിഖരങ്ങൾ. നമ്മളിപ്പോൾ പോകുന്ന ഈ സ്വിറ്റ്സർലൻഡിലെ നമ്മൾ ഏറ്റവും ഉയരം കൂടിയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ യാത്ര ഉള്ള ട്രെയിൻ അല്ലെങ്കിൽ കേബിൾ കാർ യാത്ര നമുക്ക് പെർമിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ യുങ്ഫ്രോ എന്ന് പറഞ്ഞ പർവ്വതത്തിൻ്റെ മുകളിലേക്കുള്ള യാത്രയാണ്. ഇതിലും വലിയ പർവ്വതത്തിൻ്റെ ശിഖരങ്ങളുണ്ടെങ്കിലും പക്ഷേ അങ്ങോട്ട് ഈ സാധാരണ യാത്രക്കാർക്ക് പോകാനുള്ള യാത്രാ സൗകര്യങ്ങളില്ല. അവിടെ പർവ്വതാരോഹകർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. സ്വിറ്റ്സർലൻഡിൻ്റെ ഇറ്റാലിയൻ സൈഡിലാണ് കൂടുതലും പൊക്കം കൂടിയ, ഇതിനെ കഴിഞ്ഞ് കുറച്ചുകൂടി പൊക്കം കൂടി കൊടുമുടികളുള്ളത്. ഇതിൻ്റെ ഓൾമോസ്റ്റ് മുകളിൽ വരെ നമുക്ക് ട്രെയിനിൻ്റെ സൗകര്യമുണ്ട്. കോഗ്വീൽ ട്രെയിനാണ് അത്. 2-3 ബോഗികളെ കാണുകയുള്ളൂ. നമ്മുടെ 2 പാളം കൂടാതെ നടുക്കായിട്ട് ഒരു കള്ളി പോലെ ആയിട്ടുള്ള ഒരു ട്രാക്ക് കൂടിയുണ്ട്. അതിനകത്തൂടെ ഇങ്ങനെ ഈ ട്രെയിനിൻ്റെ ഈ താഴെയുള്ള ബോഗിയുടെ നടുക്ക് ഭാഗത്തായിട്ട് താഴെയുള്ള ഒരു പൽചക്രം പോലെ ഘടിപ്പിച്ചിരിക്കുക. ആ പൽചക്രം ഈ ഓരോ അതിനകത്ത് സ്ലോട്ടിൽ ഇറങ്ങി പിടിച്ചാണ് ഈ കയറ്റത്തിൽ ഈ ട്രെയിൻ മുന്നോട്ട് പോകുന്നത്. അതിന് പറയുന്നത് നമ്മൾ കോഗ്വീൽ ട്രെയിൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രിൻഡൽവാൾഡ് ടെർമിനലിലേക്ക് അടുക്കുകയാണ്. ഇവിടെയാണ് യുങ്ഫ്രോയിലേക്കുള്ള കേബിൾ കാർ യാത്ര ആരംഭിക്കുന്നത്. യാത്രയുടെ അടുത്ത ഘട്ടം ഇതിലും കൂടുതൽ അത്ഭുതകരമായിരിക്കും. അവിടെ നിന്നാണ് നമ്മൾ ഈ യുങ്ഫ്രോ കയറാനുള്ള ടിക്കറ്റൊക്കെ എടുക്കേണ്ടത്. സ്വിറ്റ്സർലൻഡിലെ മിക്കവാറും വലിയ പർവ്വതങ്ങളിലെല്ലാം തന്നെ നല്ല ഫീസുണ്ട്. ഇവിടെ ഏതാണ്ട് 20,000 രൂപയാണ് നമുക്ക് ഈ കൊടുമുടി കയറി ഇറങ്ങി അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് വരാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ ഫുഡും ബാക്കി കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ആവും. നമുക്ക് ഈ സ്വിസ് പാസ് എടുത്തവർക്ക് 35-40% നമുക്ക് റിഡക്ഷൻ ഉണ്ട്. ഈ പർവ്വതത്തിന് മുകളിലേക്ക് കേബിൾ കാർ യാത്ര ആരംഭിക്കുന്ന ഈ ഗ്രിൻഡൽവാൾഡ് ടെർമിനലിലേക്കാണ് നമ്മളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ട്രെയിനും ഉണ്ട്, അതുപോലെ തന്നെ ഈ കേബിൾ കാറും ഉണ്ട്. നമ്മൾ കേബിൾ കാറാണ് ഇവിടുന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ മലഞ്ചെരുവുകളെല്ലാം തന്നെ ഹോട്ടലുകളും വീടുകളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. യാത്രയുടെ അടുത്ത ഘട്ടം ഇതിലും കൂടുതലും അത്ഭുതകരമായിരിക്കും. ഇന്നത്തെ ഇന്റർലാക്കൻ ടു ഗ്രിൻഡൽവാൾഡ് യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ഭാഗത്തിൽ ഗ്രിൻഡൽവാൾഡ് തുടങ്ങി ഐഗർ ഗ്ലസ്റ്റർ വരെയുള്ള യാത്രയും ആൽപ്സ് പർവ്വതങ്ങളുടെ അത്ഭുത കാഴ്ചകളും നിങ്ങളെ കാത്തിരിക്കുന്നു. Stay tuned with Benny's Vlogs.